വണ്ടി ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ MI ലൈറ്റ് ഫുൾ ടൈം ഓണായി നിൽക്കുന്നതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ എത്ര റേസ് ചെയ്താലും പോവില്ല, ലൈറ്റ് ഓണായി നിൽക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, 9, 10, 11, 12, 13, 14, 15. 1, 2, 3, 4, 5. അപ്പോൾ 155 കോഡ് കാണിക്കുന്നത്. ഇനി ഒന്ന് റേസ് തരാം. ഒരു കുത്ത്. നമ്മൾ ഷോർട്ട് ചെയ്തിട്ടും അതിൻ്റെ കോഡ് പോകണില്ല. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് ഈ ഒരു സെൻസറാണ്, സെക്കൻഡറി റൂട്ട് സെൻസർ. അതാണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. 155 DTC കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യണമെങ്കിൽ മൾട്ടിമീറ്റർ 200 ohmsലിടുക. 200 ohmsലിടുക. റെഡ് ഏതിലാ? ഈ രണ്ട് റെഡ് വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, അത് രണ്ടിലാണ് നമ്മൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ 2 കളറുള്ളത്, ഒരെണ്ണം അതിൻ്റെ ഇൻപുട്ടും ഒരെണ്ണം എർത്താണ്, അതായത് ബ്ലാക്കും ഗ്രേയും. അപ്പോൾ വൈറ്റിൽ 2 മൾട്ടിമീറ്ററിൻ്റെ റെഡ് പ്രോബും അതേപോലെ ബ്ലാക്ക് പ്രോബും കണക്ട് ചെയ്യാം. നമുക്കതിൻ്റെ റീഡിങ് നോക്കാം. കണക്ട് ചെയ്താ. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടും ഓയിലാണ് കാണിക്കുന്നത്, അതായത് റെസിസ്റ്റൻസ് കാണിക്കുന്നില്ല. അപ്പോൾ ഹീറ്റർ സർക്യൂട്ടാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ഇനി പുതിയത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ പുതിയ സെക്കൻഡ് റോഡ് സെൻസർ. റൈറ്റ്, ഇതൊന്ന് നോക്കാം. ഇതാണ് സെക്കൻഡ് റോഡ് സെൻസർ. ഇതിൽ 4 വയർ വരുന്നുണ്ട്. 4 വയർ, 2 വൈറ്റും അതേപോലെ ഒരു ബ്ലാക്ക്, ഒരു ഗ്രേ. ഇതിൽ 2 വൈറ്റ് റെസിസ്റ്റൻസിനുള്ളതാണ് ഹീറ്റർ സർക്യൂട്ടിൻ്റെ, ഗ്രേ എർത്താണ്, ബ്ലാക്ക് പോസിറ്റീവ് കറണ്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. വൈറ്റിൽ നോക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് നോക്കാം കേട്ടോ. 2 വൈറ്റിൽ കണക്ട് ചെയ്യാം. ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണിക്കുന്നത് 5.7 ആണ്. 2 വൈറ്റ് വയറിൽ 5.7. അപ്പോൾ ഇത് വർക്കിംഗ് ആണ് സെൻസർ. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മൾ അഴിക്കാം. ഇത് അഴിക്കാനായിട്ട് 17 റിങ് കട്ട് ചെയ്തെടുത്ത് കാണും. അപ്പോൾ ഇതാണ് ഓട്ടോ സെൻസറിൻ്റെ കണ്ടീഷൻ. സ്മോക്കൊക്കെ അടിച്ച് ഇരിക്കണ ഇതാണ് കണ്ടീഷനായിരിക്കണത്. കിട്ടിയാട്ടോ.
ചാവി ഉണക്കിയോട്ടോ. ഇനി ചാവി ഉണക്കിയോട്ടോ. കോഡ് ഉണ്ട്, ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ എറേസ് ചെയ്തു, അതിൻ്റെ കോഡ് എറേസ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ കോഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഓടിച്ച് നോക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എംബൈലൈറ്റ് ഓണായിട്ടുള്ള കംപ്ലൈൻറ്റുകൾക്ക് നമുക്ക് എന്തായാലും വാഹനം ഓടിച്ച് നോക്കണം. വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു 3 മുതൽ 6 കിലോമീറ്റർ വരെ ഓടിച്ച് നോക്കണം. അത് ഓടിച്ച് നോക്കുന്നത് 5000 RPM മുകളിൽ, അതായത് 60 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 5000 RPM. ഇത് അച്ചീവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇനി എന്തെങ്കിലും MIL ഉണ്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓടിച്ച് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് വന്നതിന് ശേഷം ഓട്ടോ സെൻസറിൻ്റെ റെസിസ്റ്റൻസ് എടുത്താണ്. അപ്പോൾ ഇതിൽ 7.5 കാണിക്കുന്നുണ്ട്. അപ്പോൾ ചൂടാകുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഓടിച്ചതിന് ശേഷം MCS റിപ്പോർട്ട് എടുക്കുകയാണെന്ന്. അപ്പോൾ ഇതിൽ DTC ഉണ്ടോയെന്ന് നോക്കാം. നമുക്കിപ്പോൾ നിലവിൽ DTCകളൊന്നും കാണാനില്ല. അതേപോലെ കിക്ക് ഡോക്ടർ റിപ്പോർട്ട് എടുക്കണം. കിക്ക് ഡോക്ടർ റിപ്പോർട്ട് ഇപ്പോൾ 95 ഡിഗ്രി ആയിട്ടുള്ളൂ. അപ്പോൾ അത് 100 ഡിഗ്രി ആവണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റുക. അപ്പോൾ അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ MCS ഹീറ്റായി വരുന്നുണ്ട്. 99 ഡിഗ്രി ഒക്കെ ആവുന്നുണ്ട്. 100 ഡിഗ്രി ആവണം. 100 ഡിഗ്രി ആയാലാണ് നമുക്കതിൽ എന്തെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ RPM അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോക്കിയിട്ട് RPM ആണെങ്കിലും നമുക്ക് മെയിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡാണ്. ഇപ്പോൾ നമ്മൾ കിക്ക് ഡോക്ടർ റിപ്പോർട്ടിൻ്റെ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. നമുക്കത് ഓണാക്കാം. ഓണാക്കി അപ്പോൾ നമ്മളതിൽ റെഡായിട്ട് തിരിഞ്ഞിരിക്കുന്നത് എൻജിൻ RPM ആണ്. അപ്പോൾ എൻജിൻ RPM നോക്കുമ്പോൾ 1200 1300 ഒക്കെ ഉള്ളൂ. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ RPM അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അവിടെ. RPM അഡ്ജസ്റ്റ് ചെയ്യാനനുസരിച്ച് മാറും. ഇല്ല ആയിട്ടില്ല. കൂട്ട് ഇപ്പോൾ എൻജിൻ RPM കറക്റ്റായി. അവിടെ ലാശം കുറച്ച് കറക്റ്റായി. മതി. ഇപ്പോൾ എൻജിൻ RPM ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് മെയിൻ്റനൻസിൽ ചെയ്യില്ല. മെയിൻ്റനൻസ് ചെയ്തിട്ട് ഇൻസ്പെക്ഷൻ എടുക്കുക. ഇൻസ്പെക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഓട്ടോ സെൻസർ മാറിയാലുണ്ട് അതിൻ്റെ ക്രാങ്ക് പ്ലസ് ലൈനിങ് ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ വെഹിക്കിൾ സ്പീഡ്
സീറോയിലാണെന്ന് ഉറപ്പ് വരുത്താൻ പറയും. അപ്പോൾ അത് കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മൾ എൻജിൻ RPM കൂട്ടണം. അതായത് സ്നാപ്പ് 3 അതായത് 3 മുതൽ 10 തവണ വരെ എൻജിൻ RPM 8000 RPMലേക്ക് എത്തിക്കുക. കംപ്ലീറ്റ് ആയി. ഓക്കെ അടിക്കുക, ചാവി ഓഫ് ചെയ്യുക, ഓണാക്കുക. അപ്പോൾ ഇൻസ്പെക്ഷൻ ഫിനിഷ് ആയി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു. ക്ലോസ് ചെയ്തു.